മാതൃഭൂമിയിൽ വളരെ പ്രത്യേകമായ ഒരു വാർത്തയുണ്ട്. ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ സർക്കാർ നടപടി തുടങ്ങി. വളരെ ജാഗ്രതയോടെ ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വാർത്തയാണിത്. കഴിഞ്ഞ അനേകം വർഷങ്ങളായി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതാ വീണ്ടും ശരിയാണെന്ന് തെളിയുന്നു. ആരോഗ്യവകുപ്പ് തന്നെ സമ്മതിക്കുന്നു. പക്ഷേ ചില സംശയങ്ങൾ ഇവിടെയുണ്ട്. ഈ ആൻറ്റിബയോട്ടിക്കുകളുടെ അമിതോപയോഗം തടയണമെന്നാവശ്യപ്പെട്ട് എന്തിനാണ് ഈ അന്താരാഷ്ട്ര ശില്പശാല? എന്താണ് ആരോഗ്യവകുപ്പ് ബോധവൽക്കരണം നടത്താൻ, നീതിപൂർവമായ ഉപയോഗത്തിന് ഡോക്ടർമാരെ പ്രേരിപ്പിക്കാൻ ഇങ്ങനെ പാടുപെടുന്നത്? ഇപ്പോൾ ഈ ഡോക്ടർമാർ നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന ചികിത്സ ശാസ്ത്രീയമല്ല, മെഡിക്കൽ സയൻസിൻ്റെ മാർഗനിർദ്ദേശങ്ങളിലല്ല എന്ന് തെളിയുകയാണ് ആരോഗ്യവകുപ്പിൻ്റെ ഈ നീക്കത്തിലൂടെ. ഏതായാലും വളരെ വൈകിട്ടാണെങ്കിലും ആരോഗ്യവകുപ്പ് ഇത്തരമൊരു നീക്കത്തിന് മുതിരുന്നത് വളരെ നല്ലതാണ്. പക്ഷേ ഇത് ഉയർത്തുന്ന ചോദ്യങ്ങൾ, ഒന്ന്, ഒരു അന്താരാഷ്ട്ര ശില്പശാലയും അതേപോലെ തന്നെ വലിയ പരിശ്രമവും നടത്തേണ്ട രീതിയിൽ ഈ ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗം, അമിത ഉപയോഗം എന്ന് അവരുടെ ഭാഷയിൽ, എൻ്റെ ഭാഷയിൽ ഉപയോഗം തന്നെ ആപത്ത്, കൊലപാതകത്തിൻ്റെ, പ്രപഞ്ചത്തിലുള്ള സകല ജീവജാലങ്ങളെയും കൊന്ന് കൊലവിളിക്കുന്ന ഭീകരതയുടെ ചികിത്സാ രീതിയാണിത്. എന്തുമായിക്കോട്ടെ, അമിത ഉപയോഗം തടയാനായിട്ട് ഇത്രയേറെ ശ്രമം നടത്തുമ്പോൾ ഇത്രയും നാളും ഇതുകൊണ്ടുണ്ടായത് വളരെ വലിയ ആപത്താണ് എന്നുകൂടെയുള്ള സമ്മതമല്ലേ? എന്തെല്ലാം ആപത്താണ് അമിത ഉപയോഗം കൊണ്ട്, ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗം കൊണ്ട് നമ്മുടെ ഡോക്ടർമാർ ഈ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്? അതറിയാവുന്നവർ അത് മനഃപൂർവ്വം മറച്ചു വെച്ചിട്ടാണ്, ജനങ്ങളെ അത് അറിയിക്കാതെയാണ് ഇത്തരം നീക്കം നീങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും അത് നല്ല കാര്യമാണെന്ന് പറയുമ്പോൾ തന്നെ ചോദ്യങ്ങൾ ഉയരുന്നത്, ഇവിടെ IMA ഉണ്ട്. ഈ IMA ഒരു സർക്കുലർ അയച്ചാൽ പോരെ? അമിതമായിട്ട് ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്ന ഡോക്ടർമാരെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടും അത് ചെയ്യരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും IMAയുടെ എത്തിക്സ് കമ്മിറ്റി ഇവിടെ ഉണ്ട്. ഈ കമ്മിറ്റികളൊന്നും പോരാ, IMAയും പോരാ, ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശങ്ങളും ഡോക്ടർമാർ അംഗീകരിക്കില്ല. ഇതൊക്കെയാണല്ലോ ഈ നീക്കത്തിൽ നിന്ന് തെളിയുന്നത്. ഇത്രയും നാളും നമ്മുടെ നാട്ടിൽ അന്താരാഷ്ട്ര ശില്പശാലകൾ നടത്തിയത് വലിയ വലിയ രോഗങ്ങളെ തടയാൻ വേണ്ടിയിട്ടാണ്. പകരുന്ന രോഗങ്ങളെ തടയാൻ വലിയ ശ്രമങ്ങൾ അവർ നടത്താറുണ്ട്. അപ്പോൾ അതുപോലൊരു ശ്രമം ഇപ്പോൾ രോഗങ്ങൾക്കെതിരെ ഇത്രയും കാലം ഇവർ നടത്തിയിരുന്ന ശ്രമങ്ങൾ മരുന്നിനെതിരെ നടത്തുകയാണിപ്പോൾ. എന്തിനാണ് ഡോക്ടർമാർ ആൻറ്റിബയോട്ടിക്കുകൾ വാരിക്കോഴി എഴുതുന്നത്, അമിതമായി ഉപയോഗിക്കുന്നത്? അത് ആരോഗ്യത്തിന് നല്ലതല്ല എന്ന് ശാസ്ത്രം പറയുന്നുണ്ടെങ്കിൽ ശാസ്ത്രീയരായ ഈ ഡോക്ടർമാർ അത് ചെയ്യുമോ? ചെയ്യാൻ പാടുണ്ടോ? ഇനി അങ്ങനെ ചെയ്യുന്ന ഏതെങ്കിലും ഡോക്ടറെ ആരോഗ്യവകുപ്പ് പിടിച്ച് ഉള്ളിലാക്കിയിട്ടുണ്ടോ? ഞാനിത് സംസാരിക്കുമ്പോൾ അമേരിക്കയിൽ ഡോക്ടർ നരേന്ദ്ര നാഗർ റെഡ്ഡി, ഒരു സൈക്യാട്രിസ്റ്റ്, അമിതമായി മരുന്ന് കൊടുത്തതിൻ്റെ പേരിൽ അറസ്റ്റിലായിരിക്കുന്നു. അമിതമായി ഇയാൾ എഴുതുന്ന മരുന്നുകൾ കൊണ്ട് പല രോഗികൾക്കും ഗതികേടുകളുണ്ടായി, പല രോഗികളും മരിച്ചു. നമ്മുടെ നാട്ടിൽ അമിതമായി മരുന്ന് എഴുതുന്നതിൻ്റെ പേരിൽ ഒരു ഡോക്ടറെയും ഇന്നേ വരെ ആരും അറസ്റ്റ് ചെയ്തിട്ടില്ല, ജനങ്ങൾ കയ്യേറ്റവും ചെയ്തിട്ടില്ല. കാരണം ജനങ്ങളും കരുതുന്നത് കൂടുതൽ മരുന്ന് എഴുതുന്ന ഡോക്ടർമാർ നല്ല ഡോക്ടർമാരാണ്, അവർ രോഗങ്ങളെ പെട്ടെന്ന് മാറ്റുന്നു എന്ന് കരുതിക്കൊണ്ടിരിക്കുന്ന വ്യാമോഹത്തിലിരിക്കുന്ന ഒരു ജനതയാണ് നമുക്കുള്ളത്. ഈ മരുന്നുകൾ ആപത്താണെന്നും രോഗത്തിൻ്റെ കാരണമാണ് ചികിത്സിക്കേണ്ടത്, രോഗത്തിന് മരുന്നിട്ട് കൊടുക്കുന്നത് കൊണ്ട് രോഗത്തേക്കാൾ കൂടിയ ആപത്ത് ശരീരത്തിൽ ഉണ്ടാകുകയാണ് ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ജനങ്ങൾ മനസ്സിലാക്കുക. ഇതുപോലുള്ള ചില വാർത്തകൾ മധുരം പുരട്ടി സത്യം കാണാത്ത രീതിയിൽ കള്ളം കൊണ്ട് പൊതിഞ്ഞ്, ഒന്നുകൂടെ ആ വാർത്തയിലേക്ക് നമുക്ക് നോക്കാം. ദേശീയ ആരോഗ്യ നയത്തിൻ്റെ ചുവട് പിടിച്ച് കേരളത്തിലാണ് ആദ്യമായി നടപടി. എന്ത് നടപടി? ആൻറ്റിബയോട്ടിക്കുകളുടെ അമിതോപയോഗം തടയാനുള്ള നടപടി. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു കഠിനമായ ശ്രമം ആരോഗ്യവകുപ്പ് നടത്തേണ്ടതായിട്ട് വരുന്നത്? അതെന്തുകൊണ്ടാണ് ഇത്രമാത്രം ദുഷ്കരമായിരിക്കുന്നത്? ആൻറ്റിബയോട്ടിക്കുകൾ രോഗികൾക്ക് നല്ലതല്ല, അതുകൊണ്ട് കൂടുതൽ ആപത്താണ് ഉണ്ടാകുന്നതെങ്കിൽ ഒരു ഉത്തരവ് പോരെ, ശാസ്ത്രീയമായൊരു നിർദ്ദേശം പോരെ? ശാസ്ത്രീയമാണ് അലോപ്പതി ചികിത്സ എങ്കിൽ
എന്തിനാണ് ഇത്തരത്തിലുള്ള വേവലാതികൾ എന്നാണ് വീണ്ടും വീണ്ടും ചോദിക്കാനുള്ളത്. ആൻറ്റിബയോട്ടിക്കുകളുടെ നീതിപൂർവമായ ഉപയോഗത്തിന് ഡോക്ടർമാരെ പ്രേരിപ്പിക്കുകയാണ് ലക്ഷ്യം. ഇത് വായിച്ചാൽ ചിരിക്കാൻ തോന്നില്ലേ? ഇതിൽ ഒരു വലിയ തമാശ ഈ കൊല്ലം ഇനി വേറെ ഉണ്ടാവാനുണ്ടോ? ആൻറ്റിബയോട്ടിക്കുകളുടെ നീതിപൂർവമായ ഉപയോഗത്തിന് ഡോക്ടർമാരെ പ്രേരിപ്പിക്കുകയാണ് ലക്ഷ്യം. അപ്പോൾ ഈ ഡോക്ടർമാർ ഇത്ര വലിയ ഭീകരന്മാരാണ് എന്നിപ്പോഴാണ് മനസ്സിലാകുന്നത്. അതുപോലെ അനീതിപൂർവമായിട്ടാണ് ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ എന്താണ് അനീതി? അമിതമായി ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കുന്നതുകൊണ്ട് എന്താണ് രോഗിക്ക് സംഭവിക്കുന്നത്? എന്താണ് സമൂഹത്തിന് സംഭവിക്കുന്നത്? ഈ ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കുന്ന വ്യക്തി മൂത്രമൊഴിക്കുമ്പോൾ ആ മൂത്രത്തിലൂടെ മണ്ണിലുള്ള ജീവികൾക്ക് അതൊഴുകി വീഴുന്ന കുളങ്ങളിലെയും കിണറുകളിലെയും തടാകങ്ങളിലെയും പുഴകളിലെയും കടലിലെയും ജീവികൾക്ക് എന്താണ് സംഭവിക്കുന്നത്? മരുന്നുകൾ വിഷങ്ങളാണ്, അവ നല്ലതല്ല. അത് കഴിക്കുന്നവനും പരിസ്ഥിതിക്കും പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങൾക്കും ആപത്താണ് എന്നുകൂടെ തിരിച്ചറിഞ്ഞ് മരുന്നുകൾ എന്ന വ്യാമോഹത്തിൽ നിന്ന്, അന്ധവിശ്വാസത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ് വാസ്തവത്തിൽ ജനങ്ങൾ ചെയ്യേണ്ടത്. ബോധവൽക്കരണവും ശില്പശാലകളും സംഘടിപ്പിക്കും. ഡോക്ടർമാർക്ക് വേണ്ടി ബോധവൽക്കരണം വേണം. അപ്പോൾ അവരൊക്കെ ബോധമില്ലാത്തവരാണല്ലേ? അല്ല, ബോധമുള്ളവരാണെങ്കിൽ ഈ അണുക്കളെ കൊല്ലാനുള്ള വിഷം, അണുബോംബുകളെ ഒരു മനുഷ്യൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുമോ? ശരിക്കും ബോധമുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ അണുവുണ്ട്, ആ അണുവിനെ കൊല്ലാനുള്ള വിഷം ശരീരത്തിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അത് ദഹിച്ച് രക്തത്തിലെല്ലാം കലർന്ന് സകല കോശങ്ങളിലും ചെന്ന് അണുക്കളെ കൊല്ലുമത്രേ. അപ്പോൾ ശരീരത്തെ നിലനിർത്തുന്ന മൈക്രോബ്സുകൾ, അതേപോലെ തന്നെ രക്തത്തിലുള്ള കോശങ്ങൾ, ചുവന്ന രക്താണുക്കൾ, വെളുത്ത രക്താണുക്കൾ പോലുള്ള വളരെ പ്രത്യേകമായ ദൗത്യം ചെയ്യുന്ന കോശങ്ങൾ, ആ വെളുത്ത രക്താണുക്കളിലെ തന്നെ കില്ലർ സെല്ലുകൾ, ബീജങ്ങൾ, ജീവനുമായി ഒരു ജീവിയെപ്പോലെ തന്നെ സ്വതന്ത്രമായ മറ്റൊരു ജീവിയെ ഉണ്ടാക്കുന്ന, അതിനെ ഇട കൊടുക്കുന്ന ബീജങ്ങൾ, ഇങ്ങനെയുള്ള സകലതിനെയും ഇത് നശിപ്പിക്കില്ലേ? മനുഷ്യൻ്റെ ഉള്ളിൽ അണുക്കളാണെങ്കിൽ അണുബോംബ്, ആൻറ്റിബയോട്ടിക്, കൃമിയാണെങ്കിൽ കൃമിവിഷം ഇട്ട് കൊടുക്കുക, കൃമികളെല്ലാം ചാകും. വിരയാണെങ്കിൽ വിരവിഷം ഇട്ട് കൊടുക്കുക, വിരകളെല്ലാം ചാകും. മനുഷ്യൻ്റെ ഉള്ളിൽ എലി കടന്നാൽ എലിവിഷം ഇട്ട് കൊടുക്കുക, എലി മുഴുവൻ ചാകും. ഇതെന്ത് ബോധമാണിത്? എന്ത് വിവരമാണിത്? അതുകൊണ്ട് ഡോക്ടർമാർക്ക് ബോധവൽക്കരണ പരിപാടികൾ ആരോഗ്യവകുപ്പ് സംഘടിപ്പിക്കുമെന്ന് പറയുമ്പോൾ അവർ ബോധമില്ലാത്തവരാണ് എന്ന് ആരോഗ്യവകുപ്പ് അവരെ പരിഹസിക്കുകയാണ്, കുറ്റപ്പെടുത്തുകയാണ്. ഞാനൊക്കെ ഇത്രമാത്രം കുറച്ച് പറയുന്നതിനെതിരെ ഇത്രമാത്രം രോഷം കൊള്ളുന്ന IMA, അതേപോലെ ചില ഡോക്ടർമാർ ആരോഗ്യവകുപ്പിനെതിരെ എന്ത് ചെയ്യണം? ശില്പശാലയ്ക്ക് മുന്നോടിയായി 2 മാസത്തോളം വിദഗ്ധരുമായി പ്രാഥമിക ചർച്ചകൾ നടത്തി. ധാരാണവോ വിദഗ്ധർ? എന്തൊക്കെയാണാവോ പ്രാഥമിക ചർച്ചകളിൽ ഉണ്ടായത്? 2 മാസം നീണ്ട പ്രാഥമിക ചർച്ചകൾ എന്തിനാണാവോ ഇത്ര വിപുലമായ ഈ സന്നാഹങ്ങളെല്ലാം പടയെല്ലാം കൂട്ടി? ഇത്രമാത്രം ആപത്ത് സമൂഹത്തിൽ എന്താണ് ഈ ആൻറ്റിബയോട്ടിക്കുകൾ ഉണ്ടാക്കിയതെന്ന് തുറന്ന് പറയൂ ആരോഗ്യവകുപ്പേ. നിങ്ങൾക്കറിയാവുന്നതും ജനങ്ങളിൽ നിന്നും മറച്ചു വയ്ക്കുന്നതുമായ കാര്യങ്ങൾ പുറത്തു വരട്ടെ. നിങ്ങളെന്തിനാണ് മറച്ചു വയ്ക്കുന്നത്? ആദ്യഘട്ടമായി ജനുവരി 23-ന് എറണാകുളത്ത് അന്താരാഷ്ട്ര ശില്പശാലയ്ക്ക് വേദിയൊരുങ്ങും. അപ്പോൾ ആദ്യഘട്ടമായിട്ടാണ് അന്താരാഷ്ട്ര ശില്പശാല. പിന്നെയുള്ള ഘട്ടങ്ങളിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്? ഇത്രയൊക്കെ ചെയ്യേണ്ട രീതിയിൽ ആൻറ്റിബയോട്ടിക്കുകൾ എന്താണ് നാശം ചെയ്തത്? ഈ കഴിഞ്ഞ മഴക്കാലത്ത് പനിമാമാങ്കം ഇവിടെ ഉണ്ടായില്ല, മരണങ്ങളങ്ങനെ പെരുകിയില്ല. മുമ്പത്തെ പോലെ മരുന്നുകളെടുത്ത് കഴിക്കാത്തതൊക്കെയാണ് കാരണമെന്ന് ഞങ്ങൾ പല പ്രാവശ്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. അതൊക്കെയാണ് ശരി എന്നല്ലേ തെളിയുന്നത്? നമ്മുടെ നാട്ടിൽ നിന്ന് കരൾ കരിഞ്ഞ്, വൃക്ക പോയി, ഹൃദയത്തിൽ ബ്ലോക്ക് വന്ന്, ഹൃദയം തകർന്ന് അവയവ മാറ്റങ്ങൾ നടത്തുന്ന ആളുകൾ ഇത്തരം മരുന്നുകൾ കഴിച്ചിട്ടല്ലേ ആ ഗതികേടിലായിട്ടുള്ളത്? ഇതൊക്കെ ഒന്ന് തുറന്നു പറയണം ആരോഗ്യവകുപ്പേ. നിങ്ങൾ ഒരു ഭാഗം മാത്രം പറഞ്ഞ് ശരിയായ ഭാഗങ്ങൾ പറയാതെ ജനങ്ങളെ ഇനിയും വഞ്ചിക്കരുത്. സർക്കാരിൻ്റെ ശമ്പളം പറ്റുന്ന നിങ്ങൾ, ഞങ്ങളുടെ നികുതിപ്പണം ശമ്പളം പറ്റുന്ന ആരോഗ്യവകുപ്പുകാരാ, നീ എന്തിനാണ് ഇതൊക്കെ മറച്ചു വയ്ക്കുന്നത്? തുറന്ന് പറയ്, ജനങ്ങൾ അറിയട്ടെ ഇതിൻ്റെ അപകടങ്ങൾ. വിദഗ്ധർ നയിക്കുന്ന ശില്പശാലകളിലൂടെ അമിത ഉപയോഗത്തിനെതിരെ പൗരബോധം വളർത്തിയെടുക്കാനാകുമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. വളരെ കൊള്ളാം. എല്ലാം അവസാനം ജനത്തിൻ്റെ മുതുകത്താണ്.
പൗരബോധം വളർത്തിയെടുക്കലാണോ ആരോഗ്യവകുപ്പ് ഇക്കാര്യത്തിൽ ചെയ്യാൻ പോകുന്നത്? അപ്പോഴും ഡോക്ടർമാരെ നന്നാക്കാൻ പറ്റുമെന്ന് ആരോഗ്യവകുപ്പിന് തോന്നണില്ല അല്ലേ? അവർ നന്നാവില്ല. ആരോഗ്യവകുപ്പ് 50-80 ലക്ഷമൊക്കെ കൊടുത്തല്ലേ മെഡിക്കൽ സീറ്റ് വാങ്ങുന്നത്. അതിനപ്പുറം ചിലവാക്കിയിട്ടല്ലേ അവർ MDക്കും MSനും ഒക്കെ പോകുന്നത്. അതുകൊണ്ട് കഴിയുന്നത്ര ചികിത്സിച്ച് കൂടുതൽ രോഗങ്ങളുണ്ടാക്കി, കൂടുതൽ ചികിത്സിച്ച് കൂടുതൽ അപകടങ്ങളുണ്ടാക്കി അങ്ങനെ വളർന്ന് മൾട്ടി സ്പെഷ്യാലിറ്റിയിലേക്ക് പോകുന്ന നമ്മുടെ ചികിത്സാ രംഗത്തെ ആരോഗ്യവകുപ്പ് വിചാരിച്ചാൽ നന്നാക്കാൻ പറ്റില്ല എന്ന് ആരോഗ്യവകുപ്പുകാർക്ക് നന്നായിട്ട് അറിയാമല്ലേ? അതുകൊണ്ടാണ് പൗരബോധം വളർത്തിയെടുക്കാൻ പല മരുന്നും ആളുകൾ പോയിട്ട് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിച്ച് കഴിക്കാറുണ്ട്. പക്ഷേ ആൻറ്റിബയോട്ടിക്കുകൾ അങ്ങനെ ആരും മേടിച്ച് കേരളത്തിൽ കഴിക്കുന്നില്ല. അപ്പോൾ പിന്നെ പൗരബോധമാണോ ഇതിൽ വേണ്ടത്? എന്തിനാ വെറുതെ ജനങ്ങളുടെ മുതുകത്ത് ഈ പാപഭാരം മുഴുവൻ കെട്ടിവെച്ച് ഇനി കുറച്ച് കഴിയുമ്പോൾ ജനങ്ങളാണ് കുറ്റക്കാരെന്നുള്ള പ്രഖ്യാപനം ആരോഗ്യവകുപ്പുകാരും IMAയും കൂടെ നടത്തും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ശില്പശാലയിലൂടെ ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ കരട് നയം രൂപവൽക്കരിക്കുന്നതിനായി വെബ്സൈറ്റിലിടും. എൻ്റെ ആരോഗ്യവകുപ്പേ, ഇങ്ങനെയൊക്കെ തമാശ പറയല്ലേ. നിങ്ങളുടെ ആരോഗ്യവകുപ്പുകാരനെ വിദഗ്ധരെന്നാണ് ഞങ്ങളുടെയൊക്കെ വിചാരം. അതങ്ങനെ ശരിയൊന്നുമല്ല എന്നറിയാം. നിങ്ങളിൽ പലരും കൈക്കൂലിയിലാണ് വിദഗ്ധർ. പക്ഷെ ഇതുപോലെ തമാശകൾ ജനങ്ങളുടെ മുമ്പിൽ പറയല്ലേ. ആദ്യം നിങ്ങൾ തുറന്ന് പറയ്, എന്താണ് ആൻറ്റിബയോട്ടിക്കുകൾ ഉണ്ടാക്കിയിട്ടുള്ള രോഗങ്ങൾ, ഇന്ന് കണ്ടുവരുന്ന പുതിയ രോഗങ്ങൾ, ഇന്ന് മനുഷ്യർക്കുണ്ടാകുന്ന ഇതുപോലുള്ള ആരോഗ്യ തകർച്ചകൾ, കരളിൻ്റെ കേട്, വൃക്കയുടെ കേട്, ഹൃദയത്തിൻ്റെ കേട്, ക്യാൻസർ, പ്രമേഹം, പ്രഷർ കൂടുന്നത്, ഇതിന് നല്ലൊരു പങ്ക് ആൻറ്റിബയോട്ടിക്കുകളുടെ സംഭാവനയല്ലേ? ആണല്ലോ. കേരളത്തിൽ തന്നെ ഈ കാലയളവിലെല്ലാം പനിമൂലം മരിച്ചു എന്ന് പറയുന്ന ആളുകൾ അമിതമായ ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗത്തെ തുടർന്നാണ് മരിച്ചതെന്നും ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗം നിയന്ത്രിക്കണമെന്നും ഇവിടെ വന്ന് പഠനം നടത്തിപ്പോയ പല കമ്മീഷൻ്റെയും റിപ്പോർട്ടുകളിൽ ഉണ്ടായിരുന്നുവെന്നും അത് രേഖാമൂലമായിട്ട് അങ്ങനെ വെച്ചിട്ടില്ല എന്നും ഒരൊത്തുകളിയിലൂടെ അലോപ്പതി ഡോക്ടർമാർ തന്നെയാണല്ലോ കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത്, അങ്ങനെ നിങ്ങൾക്ക് നിർദ്ദേശം തന്നു പോയെന്നുമൊക്കെ നിങ്ങളിൽ നിന്ന് തന്നെ ചോർന്ന് കിട്ടുന്ന വിവരങ്ങളിലൂടെ ഞങ്ങൾ അറിയുന്നുണ്ട്. അതുകൊണ്ട് ഈ വാർത്ത വായിക്കുന്ന ജനങ്ങൾ ജാഗ്രത പാലിക്കണം. നാളെ സ്റ്റിറോയിഡുകളെക്കുറിച്ചും ഇവരിത് തന്നെ പറയും. മറ്റന്നാൾ പെയിൻ കില്ലറുകളെക്കുറിച്ച് ഇതുപോലെ ശില്പശാലകൾ അവർ നടത്തും. അതിനടുത്ത ദിവസം പാരാസെറ്റമോൾ ക്യാൻസർ ഉണ്ടാക്കും, കരളിനും കിഡ്നിക്കും ബ്ലഡ് ക്യാൻസറും ഒക്കെ കാരണമാക്കും എന്നവർ പറയും. ആ സമയങ്ങളിൽ നെഞ്ചത്ത് കൈവച്ച് തലയിൽ കൈവച്ച് അമ്പരന്നിട്ട് കാര്യമില്ല. പാരാസെറ്റമോളും ബ്രൂഫനും ആൻറ്റിബയോട്ടിക്കുകളായിട്ടുള്ള മരുന്നുകളുമെല്ലാം ഉണ്ടാക്കിയ രോഗങ്ങളുടെ ദുരിതം അനുഭവിച്ച് അതിന് കൂടുതൽ ചെലവ് ചെയ്ത് മുടിഞ്ഞ് ദുരിതം സഹിച്ച് മരിച്ചിട്ട് കാര്യമില്ല. ഈ മരുന്നുകളിൽ നിന്ന് രക്ഷപ്പെടണം, ഡോക്ടർമാരുടെ കെണിയിൽ നിന്ന് രക്ഷപ്പെടണം. അത്യാവശ്യ ഘട്ടങ്ങളിൽ മറ്റുള്ളവർ നമ്മെ അങ്ങോട്ട് എടുത്തുകൊണ്ട് പോകേണ്ടി വരുന്ന ഘട്ടങ്ങളിൽ മറ്റ് ചികിത്സകൾക്ക് നമ്മെ സഹായിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അടിയന്തര ഘട്ടങ്ങളിൽ മാത്രമായിട്ട് ചികിത്സയെ മാറ്റിവയ്ക്കുക. അപ്പോൾ പോലും മരുന്നുകൾക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല എന്നുള്ളൊരു കാര്യം തിരിച്ചറിയുക.